നിങ്ങൾക്കറിയാമോ, PCOD ഉള്ള പല സ്ത്രീകളും അവർ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവരായിരിക്കും. പക്ഷേ അവരുടെ ഡെയിലി ഫുഡ് ഹാബിറ്റ്സ് ഓവുലേഷനും പ്രഗ്നൻസിയും സൈലൻ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹെൽത്തി ആയിട്ടായിരിക്കും കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ പീരിയഡ്സ് ഇറഗുലർ ആണ്, വെയിറ്റ് കുറയുന്നുണ്ടാവില്ല, കൺസീവ് ആകുന്നില്ല. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് PCOD ഉള്ള സ്ത്രീകൾ ചെയ്യുന്ന മോസ്റ്റ് കോമൺ ഡയറ്റ് മിസ്റ്റേക്സും അതുപോലെ ഹോർമോൺസിനെ നാച്ചുറലി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് ഹാബിറ്റ്സുമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് നമ്പർ 1, കാർബ് ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. മിക്കവരും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദോശ, ഇഡ്ഡലി, വൈറ്റ് ബ്രെഡ്, പിന്നെ ചായ, കാപ്പി അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഇതൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും. ഇത് ഒരു സഡൻ ഷുഗർ സ്പൈക്ക് രാവിലെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ കൂടും. ഈ ഇൻക്രീസ്ഡ് ഇൻസുലിൻ നമ്മുടെ ഒവേറിയൻ ഹോർമോൺസിനെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ഓവുലേഷൻ ഇറഗുലർ ആകും. അപ്പോൾ ഈ പറഞ്ഞ ഫുഡ്സ് നിങ്ങൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ പോലും ഈ ഒരു പാറ്റേൺ PCODയെ ആക്റ്റീവ് ആക്കി വയ്ക്കും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു വ്യത്യാസം വരുത്താം. ആഡ് പ്രോട്ടീൻ ആൻഡ് ഫൈബർ ടു ബ്രേക്ക്ഫാസ്റ്റ്. അതായത് വെജിറ്റബിൾ ഓംലെറ്റ്, സ്പ്രൗട്ട്സ് ആൻഡ് വെജീസ്, ബോയിൽഡ് എഗ് ആൻഡ് സോട്ടഡ് വെജിറ്റബിൾസ് ഇതിലേതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് ഷുഗർ സ്റ്റേബിൾ ആക്കും, അതുപോലെ ഹോർമോൺ ബാലൻസിനെ സപ്പോർട്ട് ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 2, കോൺസ്റ്റൻറ്റ് സ്നാക്കിംഗ് ഓൺ ഹെൽത്തി കാർബ്സ്. പല സ്ത്രീകളും വിചാരിക്കുന്നത് ഇത് ഹെൽത്തി ആണല്ലോ, ഫ്രൂട്ട്സ് അല്ലേ, ഹോം മെയ്ഡ് കേക്ക്സ് അല്ലേ, വീട്ടിൽ ചെയ്ത ചിപ്സ് അല്ലേ എന്നൊക്കെയാണ്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ കാർബ്സ് തന്നെ സ്നാക്സായി കഴിക്കുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഇൻസുലിൻ ഹൈ ആയിരിക്കും. ഈ ഇൻക്രീസ്ഡ് ഇൻസുലിൻ നമ്മുടെ എഗ് ക്വാളിറ്റി കുറയ്ക്കും, അതുപോലെ ഓവുലേഷൻ ഡിലേ ആക്കും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീൻ ബേസ്ഡ് അല്ലെങ്കിൽ ഫാറ്റ് ബേസ്ഡ് സ്നാക്സ് കഴിക്കാം. അതായത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ്, റോസ്റ്റഡ് ചന്ന, മുട്ട പുഴുങ്ങിയത്, തൈരിലോ യോഗോട്ടിലോ സീഡ്സ് ആഡ് ചെയ്ത് കഴിക്കാം. ഇത് നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കും, അതുപോലെ പീരിയഡ് സൈക്കിൾസിൻ്റെ റെഗുലാരിറ്റി ഇംപ്രൂവ് ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 3, ലൈറ്റ് ഡിന്നർ ഓർ സ്കിപ്പിംഗ് ഡിന്നർ. ചില സ്ത്രീകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡിന്നർ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ സൂപ്പോ മാത്രം കഴിക്കും. ഇത് നിങ്ങളുടെ ബോഡിക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും, ബോഡി അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ആസ് എ റിസൾട്ട് ഫെർട്ടിലിറ്റി ഹോർമോൺസ് കുറയും. നിങ്ങളുടെ ബോഡി വിചാരിക്കും ദിസ് ഇസ് നോട്ട് എ ഗുഡ് ടൈം ഫോർ പ്രഗ്നൻസി എന്ന്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാലൻസ്ഡ് ഡിന്നർ കഴിക്കാം. കുക്ക്ഡ് വെജിറ്റബിൾസ്, പ്രോട്ടീൻ അതായത് ദാൽ, പനീർ, ടോഫു, ഫിഷ്, എഗ്ഗ്, അതിൻ്റെ ഒപ്പം കോംപ്ലക്സ് കാർബിൻ്റെ ഒരു ചെറിയ പോർഷൻ, അതായത് ബ്രൗൺ റൈസോ മില്ലറ്റ്സോ ഹോൾ വീറ്റോ അങ്ങനെ എന്തെങ്കിലും. ഇത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 4, ബിഗ് പിക്ചർ എക്സ്പ്ലനേഷൻ. ഇതിനെ വലിയൊരു കാര്യമായി കാണുന്നത്. PCOD ഒരു മെഡിക്കൽ കണ്ടീഷൻ മാത്രമല്ല, ഇതൊരു മെറ്റബോളിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ കൂടെയാണ്. നിങ്ങൾക്ക് എക്സ്ട്രീമായൊരു ഡയറ്റോ സ്റ്റാവേഷൻ്റെയോ ആവശ്യമില്ല. പകരം സിമ്പിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയ ഫുഡ് കറക്ഷൻസ് ആണ് വേണ്ടത്. ഫുഡ് ഇമ്പ്രൂവ് ആകുമ്പോൾ ഇൻസുലിൻ ഇമ്പ്രൂവ് ആകും, ഹോർമോൺസ് ഇമ്പ്രൂവ് ആകും, ഓവുലേഷൻ ഇമ്പ്രൂവ് ആകും. അപ്പോൾ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻസി ഇൻക്രീസ് ആവും. PCOD റിവേഴ്സ് ചെയ്യാനും ഫെർട്ടിലിറ്റി നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന 3 മാസത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈഫ് സ്റ്റൈൽ പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം വഴി സ്ത്രീകളെ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് PCOD അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഇൻസ്റ്റഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് DM ചെയ്യാവുന്നതാണ്. കൂടുതൽ ഫെർട്ടിലിറ്റി ആൻഡ് ഹോർമോൺ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.